ഒരു മണിക്കൂറിനുള്ളിൽ കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കും. ഒരുപാട് പ്രതീക്ഷകളാണ് രാജ്യത്താകമാനം ഉയരുന്നത്. കേരളം എന്ന ചുരുങ്ങിയ പരിപ്രേക്ഷ്യവും തീർച്ചയായും കിതയ്ക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങൾക്കായി ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ട എന്ന ആവശ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നു. ചർച്ചയിൽ നമ്മോടൊപ്പം KVS ഹരിദാസ്, അസുനിൽ ബെന്ന എന്നിവർ തുടരുകയാണ്. ഒപ്പം ജെ ഗോപകുമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവീനർ ജെ ഗോപകുമാറിലേക്ക് തന്നെ ആദ്യം പോകാം. ശ്രീ ഗോപകുമാർ, ജനത്തിൽ നിന്ന് തുടങ്ങാം. ജനങ്ങളുടെ ആവശ്യം, യാത്രക്കാരുടെ ആവശ്യം, പ്രത്യേകിച്ച് കേരളം എന്ന ചുരുങ്ങിയ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ റെയിൽവേ ബജറ്റിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാകും സർക്കാരിൻ്റെ ഭാഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുക? അതിൻ്റെ പ്രായോഗികത നിങ്ങൾ നിരീക്ഷിക്കുന്നത് എങ്ങനെ അടക്കം? റെയിൽവേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രതീക്ഷകളാണുള്ളത്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട മന്ത്രി കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. പ്രൊഫഷണലായ മന്ത്രി കുറേ പ്രൊഫഷണലായി പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയുണ്ടായി. 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ എത്രത്തോളം കാര്യങ്ങൾ നടപ്പിലായി എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ട വസ്തുതയാണ്. റെയിൽവേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് റെയിൽവേ സോൺ, കേരളത്തിലെ റെയിൽവേ സോൺ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നടപ്പിലാവും അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പകരം അത് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായിട്ട് കേരളം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് റെയിൽവേ സോൺ എന്നുള്ളത്. തമിഴ്നാട് ചെന്നൈ സോൺ മുറിച്ച് പെനിൻസുലാർ സോൺ, തീരദേശ റെയിൽവേ സോൺ തൃശ്ശൂർ അടിസ്ഥാനമാക്കി സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെട്ടതാണ്. അത് നടപ്പിലാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് പകരം ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിയിൽ സ്ഥാപിച്ചത്. പിൽക്കാലത്ത് അത് പിൻവലിക്കുകയുണ്ടായി. അടുത്ത സമയത്ത് വീണ്ടും അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അത് പുനഃസ്ഥാപിക്കുക ചെയ്തെങ്കിലും അതിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയോ ചീഫ് എഞ്ചിനീയറെയോ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊന്നും ഇതുവരെ നിയമിച്ചിട്ടുമില്ല. ഈ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മന്ത്രി അല്പസമയത്തിനുള്ളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ റെയിൽവേ യാത്രക്കാർ ഉറ്റുനോക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ പഴകിയ കോച്ചുകൾ, ഇപ്പോൾ നമുക്കറിയാം 15 വർഷത്തിൽ കൂടുതൽ കോച്ചുകൾ ഉപയോഗിക്കില്ല എന്ന് റെയിൽവേ പറയുമ്പോഴും കോച്ചുകളുടെ തീയതി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കോച്ചുകളും 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോച്ചുകളാണ് ഉപയോഗിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ബോഗികളാണ്. തമിഴ്നാട്ടിൽ ഉപയോഗിച്ച് കണ്ടം ചെയ്ത കോച്ചുകളാണ് കേരളത്തിലേക്ക് ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിൽ പഴയ കോച്ചുകൾ. എന്തിനേറെ പറയുന്നു, രാജധാനി വിമാനത്തിൻ്റെ യാത്രാക്കൂലി നൽകുന്ന രാജധാനി ട്രെയിനിൽ പോലും നമുക്കറിയാം പഴയ കോച്ചുകളാണ് കേരളത്തിൽ ഓടുന്ന 3 ദിവസവും 4 ദിവസവും ഓടുന്ന രാജധാനി ട്രെയിനിലും ഓടിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ തവണ മന്ത്രി പ്രഖ്യാപിച്ച ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ മന്ത്രി പ്രഖ്യാപിച്ചു. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല, വിവിധ ഇനം ചാർജുകൾ ഇൻ ബിറ്റ്വീൻ ബഡ്ജറ്റിൽ ഓരോ മാസവും ഓരോ ചാർജ് വർധനവാണ് മന്ത്രി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് സർവീസ് ചാർജ്. റെയിൽവേ തന്നെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് റിസർവേഷൻ. പൈസയുടെ ഉപയോഗം കുറച്ച്, നേരിട്ടുള്ള ഉപയോഗം കുറച്ച് ഓൺലൈനായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് IRCTC പണ്ടുകാലം മുതലേ ആരംഭിച്ച് വർഷങ്ങളായി തുടരുന്ന നാമമാത്രമായ ഒരു ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ നാമമാത്രമായ സർവീസ് ചാർജ് ഉൾപ്പെടെ 11 രൂപ 22 പൈസയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി വരെ IRCTCയുടെ ചാർജെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ആരോരും അറിയാതെ തന്നെ അത് ഡബിളാക്കി 22 രൂപ 44 പൈസയാക്കി വർദ്ധിപ്പിച്ചു. കൂടാതെ അതിൽ നമ്മളിപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്കുകൾ സൗജന്യമായി ഈടാക്കിയിരുന്ന ബാങ്കുകളുണ്ട്, 10 രൂപ ഈടാക്കിയിരുന്ന ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളെല്ലാം ഡെബിറ്റ് കാർഡായാലും ക്രെഡിറ്റ് കാർഡായാലും ഇപ്പോൾ അത് 20 രൂപ സർവീസ് ചാർജ്. ഫലത്തിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു സാധാരണ യാത്രക്കാരൻ 42 രൂപ 44 പൈസ ഒരു ടിക്കറ്റിന് അധികം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതല്ല, ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സർക്കുലർ മൂലം, മന്ത്രി ഇറക്കുന്ന സർക്കുലർ മൂലം നടപ്പിലാവുന്ന ചില സംഗതികളാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ മാസമല്ല, നവംബർ മാസം 16-ാം തീയതി മുതൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് യാത്രക്കാർ അറിയുന്നത് മിനിമം ചാർജ് വർധനവ് 5 രൂപയ്ക്ക് പോകാൻ പാടില്ല. തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്ത സ്റ്റേഷനായ പേട്ടയിലേക്ക് 2 കിലോമീറ്റർ താഴെയുള്ള പേട്ടയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ 10 രൂപ കൊടുക്കണം. വിവിധ മുൻ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതൊക്കെ സ്ലാബുകളാക്കി, കിലോമീറ്റർ വർദ്ധിപ്പിച്ച് സ്ലാബുകളാക്കി മാറ്റി. നമുക്കറിയാം 2 രൂപ 3 രൂപ കോയിൻസിൻ്റെ ദൗർലഭ്യം മൂലം 5 രൂപയിലേക്ക് മാറ്റി. ഇപ്പോൾ അത് 10 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഞാൻ മുംബൈയിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ സബർബൻ ട്രെയിനിൽ ഇപ്പോഴും 5 രൂപയേ ഉള്ളൂ. മിനിമം ചാർജ് 5 രൂപയാണ്. ഇവിടെ ഇപ്പോൾ 10 രൂപ വർദ്ധിപ്പിച്ചു. അത് വർദ്ധിപ്പിച്ചത് ബഡ്ജറ്റിലല്ല, ഇൻ ബിറ്റ്വീൻ ബഡ്ജറ്റിലാണ്.
അതുപോലെ തന്നെ തൽക്കാൽ റിസർവേഷൻ്റെ കോട്ട കുറച്ചുകൊണ്ട് പ്രീമിയം ട്രെയിൻ എന്ന ഓമന പേര് നൽകിക്കൊണ്ട് പ്രീമിയം ട്രെയിൻ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകാൻ കഴിഞ്ഞ പ്രീമിയം ട്രെയിനിൽ ഏർപ്പെടുത്തിയ തുകയെന്ന് പറയുന്നത് 6000 രൂപയാണ്. മന്ത്രി ഒരു ഭാഗത്ത് ഘോരഘോരം യാത്രക്കാരുടെ സൗകര്യങ്ങളും സൗജന്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് കൂടി സർക്കുലർ മൂലം ചാർജ് വർധനവാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗോപകുമാർ ദയവായി തുടരുക. KVS ഹരിദാസിലേക്ക് പോകാം. ശ്രീ KVS, അതായത് ഒരു പരാതിയുടെയും പരിഭവത്തിൻ്റെയും ഒരു പെരുമഴക്കാലമാണ് ഗോപകുമാർ തീർത്തത്. ഏകദേശം എലി ഓടുന്ന പാറ്റ ഓടുന്ന കമ്പാർട്ട്മെൻറ്റുകളടക്കം അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മളോടുള്ള കേരളത്തോടുള്ള അവഗണന. ഒരു കാലത്തും അത് മാറിയിട്ടുമില്ല. സോൺ എന്ന കാര്യം താങ്കളോട് ചോദിക്കാൻ തന്നെ എനിക്ക് നാണമാകുന്നു. കാരണം നിരവധി തവണ താങ്കളടക്കമുള്ള വിശിഷ്ടാതിഥികൾ നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഇസഡ് പോലും ആകില്ല. കാരണം തുടങ്ങുന്നതും അവസാനിക്കുന്നതും കേരളം എന്ന ഒരു ചെറിയ പ്രദേശത്ത് സാങ്കേതികത പറഞ്ഞ് ആകില്ല സോൺ. പക്ഷേ ഇത്തരം പരിഭവങ്ങൾ അതുകൂടി കാണണ്ടേ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ മികവ് സുരേഷ് പ്രഭു കാണിക്കുമോ? ലാലു മാജിക് എന്നൊക്കെ പറയാറുള്ളത് പോലെ. എനിക്ക് തോന്നുന്നത് ഈ റെയിൽവേയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, അതിനെ ഒരു പ്രൊഫഷണൽ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയാണ് ഇന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ്. ഇപ്പം നമുക്കറിയാം കുറേ പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുചിത്വം. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ 100% ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ 5-6% ആയിരുന്നു ശുചിത്വത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ അത് ഇന്നൊരു 15-20% വർദ്ധിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അതും മാറിയിട്ടില്ല. കാരണം അത് ലോങ് പ്രോസസ്സില്ല, പതുക്കെ നടക്കുള്ളൂ. കാരണം കാറ്ററിംഗ് സംവിധാനത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. കാരണം ഇന്നിപ്പോൾ നമ്മളൊരു SMS അയച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്താൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ദീർഘദൂര യാത്രക്കാർക്ക് വളരെ സഹായകരമാണ്. അത്തരത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ AC കോച്ചുകളിലുള്ള യാത്രക്കാർക്ക് പണ്ടൊക്കെ നൽകിയിരുന്ന കമ്പിളി തുണി ഒക്കെ തന്നെ നമ്മളറിയാം പൊതിഞ്ഞുകൊണ്ട് വന്ന് നമുക്ക് തരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിന്ന് വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു സംവിധാനവും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞതല്ല, കാറ്ററിംഗ് സർവീസിൻ്റെ കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട്. റെയിൽവേ തീവണ്ടികളിലെ വൃത്തിയുടെ കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ യാത്രക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് കൂടിയാണ് പലതും നടപ്പാക്കുന്നത്. നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങളിലും യാത്രക്കാരും കൂടി സഹകരിച്ചാൽ കുറേ കൂടി നന്നാക്കാൻ സാധിക്കും. ആ ഒരു മെസ്സേജ് കൂടി യാത്രക്കാർക്ക് കൊടുത്തുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനേ സാധിക്കുള്ളൂ. പക്ഷെ എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള ഗൗരവത്തിലുള്ള ഒരു എഫർട്ട്സ് ഇത്തവണ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വിമാനത്തെ പോലെ വളരെ വൃത്തിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പോകുന്ന ഒരു സംവിധാനം തീവണ്ടിയിൽ വേണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് ഒരു പുതിയ തീവണ്ടി ആരംഭിച്ചതിൻ്റെ ചിത്രം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. വിമാനത്തിലെ പോലെ എയർ ഹോസ്റ്റസുമാരെ പോലെ സഹായത്തിനുള്ള അതൊരു ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ അതിവേഗത്തിലുള്ള തീവണ്ടികൾ കൊണ്ടുവരാൻ പോകുന്നു. ബുള്ളറ്റ് ട്രെയിൻസിനെ കുറിച്ച് ചിന്തിക്കുന്നു. ബുള്ളറ്റ് ട്രെയിൻസ് ബോംബെ ടു അഹമ്മദാബാദ് ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കി അതിന് ജാപ്പാൻ ഏജൻസിയുമായിട്ടുള്ള ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ അനന്തരഫലം എനിക്ക് തോന്നുന്നു ഈ തവണത്തെ ബഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ആ നിലയിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു വർഷം കൊണ്ട് റെയിൽവേ മുഴുവൻ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അത്രമാത്രം അപകടത്തിലാണ്, അത്രമാത്രം അസ്വസ്ഥതയിലാണ് ഇന്നത്തെ റെയിൽവേ ഉള്ളത് എന്നത് വസ്തുത നമ്മൾ ആദ്യം അംഗീകരിക്കുക. അതിൽ നിന്നുകൊണ്ടേ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എത്രത്തോളം മാറ്റമുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനുള്ള പദ്ധതികൾ, കാരണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ, പുതിയ തീവണ്ടികൾ തുടങ്ങാതെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ളതായിരുന്നു റെയിൽവേ മന്ത്രിയുടെ ആഗ്രഹം. അതിനനുസൃതമായിട്ടാണ് അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഈ ബഡ്ജറ്റിലൂടെ കഴിയും എന്ന് തന്നെ നമുക്ക് ആശിക്കാം. തീർച്ചയായും. ശ്രീ ഹസനുൽ ബന്ന, അങ്ങനെയാണ് ഒരു യുക്തിവാദി പണ്ട് പറഞ്ഞ ഒരു ട്വീറ്റ് ഓർമ്മയുണ്ട്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം ദൈവവിശ്വാസിയായത്രേ. കാരണം ദൈവമില്ല എങ്കിൽ ഇങ്ങനെ ഇന്ത്യൻ റെയിൽവേ സുഗമമായി പോകില്ല എന്ന്. അത്രയേറെ ദുരിതമാണ്
ഇവിടെ പെയ്യുന്നത് എന്നൊരു വിദേശി ട്വീറ്റ് ചെയ്തത് പ്രസിദ്ധമായതാണ്. ഇത്തരത്തിലുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു പ്രഭുവിനും ഒരു മാറ്റവും ഉണ്ടാക്കാനാകില്ല. പക്ഷേ ശ്രമമാണ്, ആധുനികവൽക്കരണത്തിൻ്റെ ശ്രമമാണ്. അതായത് കേന്ദ്രീകരിക്കപ്പെടുന്നത് നിക്ഷേപത്തെയാണ്. നിക്ഷേപം എത്തണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാകേണ്ടിയിരിക്കുന്നു, വികസിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള എന്ത് മാറ്റമാണ് ഈ സർക്കാരിന് ഈ ബജറ്റിലൂടെ ചെയ്യാനാകുന്നത്? യഥാർത്ഥത്തിൽ പ്രായോഗികമായി അത്തരത്തിലല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്? ഹസനുൽ ബന്ന. നേരത്തെ ചർച്ചയിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വിഭവ സമാഹരണത്തെക്കുറിച്ചുള്ള ചർച്ച. വിഭവ സമാഹരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ രണ്ട് തലങ്ങളാണ് അതിനുള്ളത്. ഒന്ന് നിരക്ക് വർധന, യാത്രാക്കൂലിയിലും ചരക്ക് കടത്ത് കൂലിയിലുമുള്ള വർധനവ്. മറ്റൊന്ന് ഈ താരിഫേതര അല്ലെങ്കിൽ നിരക്കേതര വർധന, റെയിൽവേയുടെ ഭൂമി മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തം വഴി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിഭവ സമാഹരണമാണ് മറ്റൊരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് പുറമെ സംസ്ഥാനങ്ങളുടെ വിഹിതം റെയിൽവേ വികസനത്തിന് ഉപയോഗിക്കുന്ന രീതി കൂടി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UPA സർക്കാരിൻ്റെ കാലത്ത് നിന്ന് തുടങ്ങി BJP സർക്കാരും NDA സർക്കാരും അത് തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേന്ദ്ര സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കേരളം പോലും ഞങ്ങൾ 49% വിഹിതം വഹിക്കാമെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ഇതുപോലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള വിഭവ സമാഹരണത്തിന് കേന്ദ്രത്തെ സഹായിക്കാൻ, പകുതി കണ്ട് സഹായിക്കാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും വിഭവ സമാഹരണത്തിൻ്റെ ഭാരം ഈ പറയുന്ന തരത്തിൽ സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നത് യുക്തിസഹമല്ല എന്നാണ് എൻ്റെ പക്ഷം. മാത്രമല്ല, നിരക്ക് വർധനവിലൂടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രാജധാനി, ശതാബ്ദി പോലുള്ള ദീർഘയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വൃത്തിയുള്ള ട്രെയിനുകളിൽ ഒരു ഫസ്റ്റ് AC ടിക്കറ്റിന് 2 പേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ട്രെയിൻ ഒഴിവാക്കി ഫ്ലൈറ്റുകളിലേക്ക് മാറുന്ന സാഹചര്യം സംജാതമാകും. സ്വാഭാവികമായും യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം ഇതാണ്. ചരക്ക് കടത്ത് കൂലി വർധനവിലും ഇത്തരം ഒരു ദുരന്തം നമ്മെ കാത്തിരിക്കുന്നു. പക്ഷേ ഹസനുൽ ബന്ന KVS ഹരിദാസ് ചൂണ്ടിക്കാണിച്ചത് വളരെ പോസിറ്റീവായ കാര്യമാണ്. നാം നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് എടുത്തു കാട്ടുന്നത്. ഒരുപക്ഷെ 8% മാത്രം ശ്രദ്ധിച്ചിരുന്ന ശുചിത്വത്തിൽ നിന്ന് 25%-ലേക്ക് അത് ഉയർന്നു. നിങ്ങൾ കാണുന്ന പാറ്റയും എലിയും ഒക്കെ ഇതിൽ കൂടുതൽ ഓടിയിരുന്നു. അല്ലെങ്കിൽ കാറ്ററിംഗ് സംവിധാനത്തിന്റെ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമാക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള ഓരോ ഘട്ടം ഘട്ടമായുള്ള പുരോഗതി മാത്രമേ ഈ മേഖലയിൽ ചെയ്യാനാകൂ. ആ പുരോഗതിയുടെ ഒരു വളർച്ചയുടെ തോത് തന്നെയാകും ഈ പുതിയ ബജറ്റിലും പ്രതീക്ഷിക്കുക. അതാണ് ശ്രീ KVS പറഞ്ഞു വെച്ചത്. ഈ സൗകര്യങ്ങൾ, ഈ സൗകര്യ വർധനവ് ഏത് ശ്രേണിയിലുള്ള, ഏത് തട്ടിലുള്ള യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് എന്നിടത്താണ് കാര്യങ്ങൾ കിടക്കുന്നത്. വളരെ വേഗത്തിലാണ് മോദി സർക്കാരിൻ്റെ ചില മേഖലകളിലുള്ള ചില തട്ടുകളിലുള്ള യാത്രക്കാരെ അല്ലെങ്കിൽ പദ്ധതികളെ ലക്ഷ്യമിട്ടിട്ടുള്ള മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അഹമ്മദാബാദ് മുംബൈ അതിവേഗ പാതയെക്കുറിച്ച്. അഹമ്മദാബാദിലും ബോംബെയിലും ഒരു വട്ടം പോയവർക്ക്, അവിടെ നിന്ന് യാത്ര ചെയ്തവർക്കറിയാം, കേവലം മണിക്കൂറുകൾ കൊണ്ട് ഓടിയെത്താവുന്ന ഇത്രയും ദൈർഘ്യമുള്ള ഒരു സ്ഥലത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു അതിവേഗ പാതയുടെ അടിസ്ഥാനപരമായ ഒരു സൗകര്യ വികസനം എന്ന നിലയ്ക്ക് ഒരു അതിവേഗ പാതയുടെ ആവശ്യം എന്താണ്, അതിനേക്കാൾ ആവശ്യം താഴെ തട്ടിലുള്ള സാധാരണക്കാർ ആശ്രയിക്കുന്ന മേഖലയിൽ ഉണ്ടോ എന്നൊരു പുനർവിചിന്തനമാണ് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്. ഒരിക്കലും നെഗറ്റീവായി പറയുകയല്ല. ഇത് എല്ലാം കൂടി ഒരു ദോഷൈക ദൃക്കിൻ്റെ സമീപനത്തോടു കൂടി നാം കാണുന്നതും ശരിയല്ല. മറിച്ച് നമ്മുടെ അജണ്ടയിൽ, നമ്മുടെ ഒരു സമീപനത്തിൽ ഏതിനാണ് മുൻഗണന, റെയിൽവേയെ ആരാണ് കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഉന്നത ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി റെയിൽവേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ടിക്കറ്റ് വർധനവിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ടിക്കറ്റ് വർധന ഉണ്ട്. ആ ടിക്കറ്റ് വർധന, ഒരു ഉദാഹരണത്തിന് രാജധാനി, ശതാബ്ദി ട്രെയിനുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഭക്ഷണത്തിൽ ക്വാളിറ്റി, ഗുണനിലവാരം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ കൂട്ടുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴും
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായും അങ്ങനെ അറിയാവുന്ന യാത്രക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീ KVS, വലിയ കാര്യങ്ങളിലൊക്കെ മോദി കോർപ്പറേറ്റ്, ഇത്തരം കാര്യങ്ങളിൽ എത്തുമ്പോൾ സമ്പന്നർ. ഇത് തന്നെയാണ് മോദി സർക്കാർ നേരിടുന്ന വിമർശനവും. തീർച്ചയായും താങ്കളുടെ ചുട്ട മറുപടി ഉണ്ടാകും. ഒരു പക്ഷേ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാത്തിരിക്കാം. പെട്ടെന്ന് KVS-ലേക്ക് തന്നെ ആദ്യമോ. KVS, അങ്ങനെയാണ്, താങ്കൾക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് താങ്കളിലേക്ക് എത്തുന്നത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സമ്പന്നർക്ക് വേണ്ടിയുള്ള മാറ്റം. ഒന്ന്, നേരത്തെ ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ യാത്രാ നിരക്ക് വർധനവ് ജനകീയമായ വശത്ത് നിന്ന് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വൻ തിരിച്ചടി. ഒരു വർധനവിൻ്റെ പ്രൊപ്പോർഷൻ സ്വാഭാവികമായും വികസനത്തിൻ്റെ പ്രൊപ്പോർഷൻ ഇത്തരത്തിൽ ഉണ്ടാകും. അതേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഒരു ക്രിയേറ്റീവായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന്. ഒപ്പം താങ്കൾ പോകാൻ ധൃതിയുള്ളത് കൊണ്ട് തന്നെ പാലക്കാട് കോച്ച് ഫാക്ടറി സംബന്ധിച്ചുള്ള കാര്യം റായ്ബറേലിയിലതായി കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഒക്കെ കേരളത്തിന് തതയുവ. രണ്ടും കൂടി പെട്ടെന്ന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ വികസനത്തിന് ഒരു പാർഷ്യൽ അപ്രോച്ച് എന്നല്ല. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻസിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു ആദ്യം തന്നെ. ആ ബുള്ളറ്റ് ട്രെയിൻസിൽ ആദ്യത്തെ പ്രൊജക്റ്റാണ് അഹമ്മദാബാദ് ബോംബെ ചെന്നൈയുമായിട്ടും ചെന്നൈയെ ബാംഗ്ലൂരുമായിട്ടും ബോംബെയെ ഡൽഹിയുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ബുള്ളറ്റ് ട്രെയിൻസിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പൈലറ്റ് പ്രൊജക്റ്റാണ് ബോംബെ അഹമ്മദാബാദ്. ദാറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും അടുത്ത പ്രൊജക്ട്സിൻ്റെ ചുമതലയും കൂടി അതിനകത്ത് ജപ്പാൻ ഏജൻസിയുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അത് വരാൻ പോകുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരണ്ടേ? ലോകം മുഴുവൻ, വികസിത രാജ്യങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിൻസ് വരുമ്പോൾ നമ്മൾ ഇന്നും ഒരു 60-70 കിലോമീറ്ററിന് അപ്പുറം പോകാൻ പറ്റാത്ത നിലയിലാണുള്ളത്. നമ്മുടെ ട്രാക്കുകൾ മാറുകയാണ്. കാരണം ഡൽഹി ആഗ്ര പാത ഏതാണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞു. കുറച്ചുകൂടി ഫാസ്റ്റർ ട്രെയിൻസ് നമുക്ക് അവിടെ ഓടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ കൂടി ചിന്തിക്കണ്ടേ? ഇന്നത്തെ ആ യാത്രാ സമയം പരമാവധി കുറയ്ക്കാനുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ആ ട്രെയിൻസിലെ യാത്രയിൽ കോസ്റ്റ് കൂടുതലാകുമോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ കാര്യമില്ല. സൗകര്യമുള്ളവർ അതിൽ പോകട്ടെ, അത്രേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കഞ്ചിക്കോട് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറിയെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 8-10 വർഷമായില്ലേ. VS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഭൂമി ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയത്. അതിനുശേഷം 5-6 വർഷക്കാലം UPA ഗവൺമെൻറ് അതിൻ്റെ പുറത്ത് ചടഞ്ഞിരുന്നു. ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്താ? കേന്ദ്ര ഗവൺമെൻറ് തനിച്ച് ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സ്കീം ഇന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നില്ല. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും എടുത്തിരുന്ന നിലപാടത് തന്നെയാണ്. പക്ഷെ അതിന് പറ്റുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്തണം. ഞാൻ മനസ്സിലാക്കുന്നത് MP രാജേഷൊക്കെ മുൻകൈ എടുത്തിട്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ കൊണ്ട് അവരെ കൊണ്ട് എന്തൊരു പ്രപ്പോസൽസ് കൊടുപ്പിച്ചിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിനോ റെയിൽവേക്കോ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനം ആ നിലയിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അക്കാര്യം ചിന്തിക്കാൻ പറ്റുമായിരിക്കും. ഏതായാലും എൻ്റെ ഒരു വിശ്വാസം കഞ്ചിക്കോട് ഫാക്ടറിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ദിശാബോധം ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. എന്തെങ്കിലും തീരുമാനം എടുക്കാതെ ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ഗവൺമെൻറ്റിന് കഴിയില്ല എന്നാണ്. കാരണം കേരളത്തിൽ പുതിയ കോച്ചുകളുടെ അപര്യാപ്തത നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 20-25 വർഷം പഴക്കമുള്ള തീവണ്ടി കോച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പുതിയ തീവണ്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ട് നിലവിലുള്ള സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്ന സമയത്ത് പുതിയ കോച്ച് ഫാക്ടറി ഉണ്ടായേ പറ്റുള്ളൂ. അതിൽ സ്വകാര്യ മേഖലയിലായാലും ശരിയാണ്, സ്വകാര്യ മേഖലയും ഗവൺമെൻറ്റും തമ്മിൽ സഹകരിച്ചിട്ടായാലും ശരിയാണ്, പൊതുമേഖലയും ഗവൺമെൻറ്റും തമ്മിൽ സഹകരിച്ചിട്ടായാലും ശരിയാണ്, അതുണ്ടായേ പറ്റുള്ളൂ. ആ നിലയിലുള്ള ഒരു നയപരമായ പ്രഖ്യാപനവും തീരുമാനവും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും KVS, അങ്ങനെയെങ്കിൽ ഈ പുതിയ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, പ്രായോഗികമായി നടത്താൻ കഴിയുന്ന കാര്യമൊക്കെ, രാഷ്ട്രീയവും അല്ലെങ്കിൽ വിഭാഗീയവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. നിഷ്പക്ഷമായി കേരളത്തിൻ്റെ കണ്ണും വിടാം. റെയിൽവേ എന്ന ഈ വലിയ പൊതുമേഖലാ സ്ഥാപനം ഈ രീതിയിൽ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ സാധ്യതകൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്? ബജറ്റുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ശാസ്ത്രീയമായി ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയുടെ ഒരു അഭിമുഖം കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ നിലയ്ക്ക് റെയിൽവേയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ, അതായത് ഫ്രൈറ്റ് ട്രാഫിക്, പാസഞ്ചർ ട്രാഫിക്, ഇത് രണ്ടിന് പുറമെ ഒരു 30-40% വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന മട്ടിൽ റെയിൽവേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തതാണ്. ഈ വർഷം പുതിയ ശമ്പള പരിഷ്കരണം കൂടി വരിക. അപ്പോൾ ശമ്പള പരിഷ്കരണം വരുന്ന സമയത്ത് ഒരു വലിയ ബാധ്യതയാണ് റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ റെയിൽവേക്ക് ഒരിക്കലും ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടാവാറില്ല. ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ധനസഹായം റെയിൽവേക്ക് കിട്ടാറില്ല. അപ്പോൾ റെയിൽവേയുടെ വരുമാനം കൊണ്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക, നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ, റെയിൽവേയുടെ കയ്യിൽ ഒരുപാട് ഭൂസ്വത്തുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളായിട്ടും മറ്റും അതിനോട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുമൊക്കെ തന്നെ ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. അവിടെ ആശുപത്രി അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെന്ന് ലാലുവിന്റെ കാലത്ത് മാജിക്കിൽ പറഞ്ഞതാണ്. ലാലു മാത്രമല്ല, കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് അത് കേൾക്കുന്നതാണ് നമ്മൾ. അത് മാത്രമല്ല, അപ്പോൾ റെയിൽവേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സോഷ്യൽ സെക്ടറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു റെയിൽവേക്ക് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാം, ആശുപത്രി തുടങ്ങാം, അല്ലെങ്കിൽ ഈ റെയിൽവേ പാസഞ്ചേഴ്സിനുള്ള അമ്യൂണിറ്റീസ് തുടങ്ങാം, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് തുടങ്ങാം, അല്ലെങ്കിൽ കെട്ടിടം പണിതിട്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ പോലും ലാഭം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിന് ഈ കെട്ടിടം പണിയാൻ പൈസ ഇല്ലെങ്കിൽ അതിനൊരു ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. ഇത്തരം അനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് പ്രാദേശിക തലത്തിൽ അതാത് സ്ഥലത്തെ ആവശ്യവും അതിനനുസരിച്ചുള്ള വരുമാനവും ഒക്കെ കണക്കിലെടുത്തിട്ടേ പറ്റുള്ളൂ. അത് ഒരു ജനറൽ പോളിസി ആയിരിക്കും ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു അതിൽ നമ്മളീ പറഞ്ഞ പോലെ റെയിൽവേ സോണിൻ്റെയും റെയിൽവേ ഡിവിഷൻ്റെയും ഒക്കെ താല്പര്യം അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന ഇനിഷ്യേറ്റീവ് അനുസരിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം, അത്തരത്തിൽ കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്കാണ്. എം പിമാർക്ക് ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അവരവരുടെ മേഖലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ എന്തെല്ലാം വികസന പദ്ധതികൾ വേണമെന്ന് അവർക്ക് ആലോചിക്കാൻ സാധിക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഏതാണ്ടൊരു 400ഓളം, ഇന്ത്യയിലെ 400ഓളം പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഒരു എ ക്ലാസ് സ്റ്റേഷനുകളായിട്ട് വികസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊക്കെ അതിൻ്റേതായ ചില സൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഒരു വിമാനത്താവളത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നീക്കങ്ങൾ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പരിധി വരെ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ നിലവാരം നമുക്കറിയാം. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറുന്നതെന്ന് നമ്മളാരും ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഈ കാര്യങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നത് ജനപ്രതിനിധികൾക്ക് തന്നെയാണ്. എം പിമാർ അതിന് പിന്നാലെ നടക്കാൻ തയ്യാറാവേണ്ടിയിരിക്കുന്നു. പലപ്പോഴും തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് എം പിമാർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അവർ രാഷ്ട്രീയം മറന്ന് DMK ആയാലും ADMK ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും തമിഴ്നാടിൻ്റെ പ്രശ്നം വരുമ്പോൾ അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്ന കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ TN സീമ സൂചിപ്പിച്ചു, പലപ്പോഴും ആണ്ടുജാത്തം പോലെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുന്ന എം പിമാരുടെ യോഗത്തിലാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്. അത് തന്നെ അവസാന നിമിഷങ്ങളിലാണ് പലപ്പോഴും നടക്കാറുള്ളത്. വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ഗവൺമെൻറ്റും ഫോളോ അപ്പ് ചെയ്യാറില്ല. ഇവിടെ ഈ എം പിമാർ മുന്നോട്ട് വയ്ക്കാനുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കുകയും നമ്മളിപ്പോൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതെന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടപ്പിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ കുറേ കാര്യങ്ങൾ നടക്കും. അല്ലാതെ നമ്മൾ വാക്കാൽ ബഡ്ജറ്റിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് ഡൽഹിയിൽ ചെന്ന് റെയിൽവേ മന്ത്രിക്ക് നിവേദനം കൊടുത്തു പോന്നിട്ടോ എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ കുറേ ശുപാർശകൾ ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഗവൺമെൻറ് കഴിയണം. റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നാലെ നടക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവണം. അതല്ലാതെ വികസന പദ്ധതികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിനാണ്, കേരളത്തിലെ ജനപ്രതിനിധികൾക്കാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ KVS ഹരിദാസ്.